ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാ വീടുകളിലും കാണുമല്ലോ കുട്ടികൾ സ്കൂളിൽ പോകുന്നവർ, ജോലിക്ക് പോകുന്നവർ ഒക്കെ. അപ്പോൾ എല്ലാവർക്കും രാവിലെ വലിയൊരു ധൃതിയാണ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് ഇന്ന് ഞാൻ റെഡിയാക്കി കാണിക്കുന്നത്. ഒരു വെജ് ബിരിയാണിയാണ്. ഈസി ആയിട്ട് നമുക്ക് എളുപ്പം ജോലി തീർക്കാം. കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു 2 ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പിടിയോളം ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ്, അത് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു പിടി പുതിനയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി അതൊന്ന് പൊളിച്ചിട്ട് ഒന്ന് കീറിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ക്യാരറ്റ് തീരെ ചെറുതായിട്ടല്ല, എന്നാലും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു പിടി മല്ലിയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. 1 ബേ ലീഫ്, കുരുമുളക്, ഏലക്ക 4 4 ഗ്രാമ്പൂ, 4 പട്ട, 1 ടീസ്പൂൺ ജീരകം, ഇത്രയും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കണം. അത് കട്ട് ചെയ്യുകയൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ പുതിന ഇലയും ചേർക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്ന ഇഞ്ചിയും ചേർത്തു, കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോഴിത് നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം, ആദ്യം നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. ഇതിനകത്തിലേക്ക് വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം മിക്സി ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കാം. ഓരോ അരിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ആ അരി അളക്കുന്ന ഗ്ലാസ്സിന് അല്ലെങ്കിൽ കപ്പാണെങ്കിൽ അതേ സെയിം പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കണം. അതുപോലെ അരി എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അളവിനെടുക്കുന്ന ഗ്ലാസ്സോ കപ്പോ അല്ലെങ്കിൽ മെഷറിംഗ് കപ്പോ ഏതായാലും അതിനെ വടിച്ച് വേണം നമ്മൾ ആ അരി എടുക്കാനായിട്ട്. കൂമ്പാരമായിട്ട് അരി എടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് ആദ്യം സ്പൈസസ് എടുത്ത് വെച്ചിരുന്നത് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ചേർത്തു, ക്യാരറ്റും അതിലിട്ടു, ബീൻസും അതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്വാദിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു, 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏതെങ്കിലും ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ടൊന്ന് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തു. ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് അടുപ്പയിൽ വെക്കാം. ഇനി ഇത് ഒരു വിസിൽ കേൾക്കുന്നവരെ ഇരിക്കട്ടെ. പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോഴിത് പ്രഷറൊക്കെ പോയി കഴിഞ്ഞു. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, അടിയിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല. ഇതിൻ്റെ കൂടെ ഒരു സലാഡും അച്ചാറും ഉണ്ടെങ്കിൽ ടിഫിൻ ബോക്സ് റെഡിയാണ്. മോൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹൈപ്പ് കാണാം. ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരോ ഒന്ന് ഫോളോ ചെയ്യുക.
മുളകുള്ള അച്ചാർ വേണമെങ്കിലും വെക്കാം. ഇതിൻ്റെ കൂടെ ഞാനിപ്പം വെള്ളനാരങ്ങയാണ് വെക്കുന്നത്. മോൾക്ക് അത് മതി എന്ന് പറഞ്ഞു. സാലഡും റെഡിയാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സ് റെഡിയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.